ബീഹാറിൻ്റെ അങ്കപ്പോരിൽ നിതീഷ് കുമാറിൻ്റെ വികസനം ജയിക്കുമോ അതോ ജാതിമത സമവാക്യങ്ങളായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്നത്? എന്തായാലും JDU BJP സഖ്യത്തിൻ്റെ വികസന സങ്കല്പവും വികസന കാഴ്ചപ്പാടുകളും വലിയ തോതിൽ അവിടെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഗ്രാമീണ ജനങ്ങൾ വരെ പറഞ്ഞു തുടങ്ങിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് നേതൃത്വത്തിൽ പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് പാർട്ടി ഇരു മുന്നണികളുടെയും വോട്ട് കുറേ കൈക്കലാക്കാനുള്ള സാധ്യതയും കാണാൻ നമുക്ക്. അതുപോലെ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും മറ്റും രാജ്യം മുഴുവൻ വാർത്തയായെങ്കിലും ജാതി സമവാക്യങ്ങളാണ് കൂടുതലും ബീഹാറിനെ കറക്കിയടിക്കുന്നത്. തേജസ്വി യാദവിൻ്റെ RJD, അതുപോലെ നിതീഷ് കുമാറിൻ്റെ JDU BJP എന്നിവയാണ് ഇപ്പോഴും ശക്തരായിട്ടുള്ളത്. JDUവിനും BJPക്കും ഇപ്പോഴും ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ച, ചിരാഗ് പസ്വാൻ്റെ LJP, നിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച എന്നിവ NDAയുടെ ജാതി കണക്ക് ഉറപ്പിക്കുന്നു. അവിടെ കുറേ ജാതികളുടെ വോട്ടുകൾ NDAയ്ക്ക് നേടിക്കൊടുക്കുന്നതിൽ ഈ കക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. കോൺഗ്രസും ദീപാങ്കർ ഭട്ടാചാര്യയുടെ CPI-ML ഉണ്ട്. നമ്മൾ കേരളത്തിലെ പോലെ അല്ല. CPI-ML ഒരു കാലത്ത് CPI ആയിരുന്നു, പിന്നെ CPM ആയി, പിന്നെ CPI-MLലേക്ക് പോയിട്ടുള്ള വലിയ ടീമുണ്ട്. അവിടെ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നക്സലൈറ്റിനൊക്കെ വലിയ മാവോയിസ്റ്റിനൊക്കെ വലിയ സാധ്യതയുള്ള പ്രദേശമാണ് ഈ ബീഹാർ. അവിടെ CPM CPI പാർട്ടികളും മുകേഷ് സഹാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും RJDക്കൊപ്പം മഹാസഖ്യത്തിൻ്റെ സമവാക്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും വലിയ തോതിലാണ് NDA BJP JDU സഖ്യത്തിലും NDA സഖ്യത്തിലും അതുപോലെ തന്നെ ഇപ്പുറത്തെ മഹാസഖ്യത്തിലും വലിയ രീതിയിലാണ് മുന്നണി ആളുകളുള്ളത്, ജാതി പാർട്ടികളുള്ളത്. കാലാവധിന് മുമ്പ് സൗജന്യ കോരിയാണ്, വളരെയധികം സൗജന്യമാണ് നിതീഷ് കുമാർ കൊടുത്തത്. സാധാരണ ജനങ്ങളുടെ മേൽക്കൈ നേടാൻ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര, അതുപോലെ തന്നെ വോട്ട് അധികാർ യാത്ര, ഇതെല്ലാം അവിടെ വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. പ്രശാന്ത് കിഷോറിൻ്റെ PK എന്ന പേരറിയപ്പെടുന്ന പ്രശാന്ത് കിഷോറിൻ്റെ പര്യടനം നന്നായി ബീഹാറിൽ നടത്തിയിട്ടുണ്ട്. അതും വലിയ പ്രശ്നമാണ്. എന്തായാലും ഇരു മുന്നണികൾക്കും ഇപ്പോഴും ഒന്നും പറയാനായിട്ടില്ല എന്നൊക്കെയാണ് ദീപാങ്കർ ഭട്ടാചാര്യ CPML പറയുന്നത്. ഏകദേശം ലാലു പ്രസാദ് യാദവിൻ്റെ 15 വർഷത്തെ പ്രവർത്തനങ്ങളെ ലാലു പ്രസാദ് യാദവിൻ്റെ ഭാര്യയായ റാബ്രി ദേവിയുടെ ഭരണത്തിനും അന്ത്യം കുറിച്ചുകൊണ്ട് 2005 നടന്ന തെരഞ്ഞെടുപ്പ് ഒരു തൂക്ക് സഭയാണ് വന്നത്. ആർക്കും ഭൂരിപക്ഷമില്ലായിരുന്നു. ഒരു രാഷ്ട്രപതി ഭരണം വന്നു. അവിടെ അവസാന വർഷം വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിലാണ് നിതീഷ് കുമാർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായി രാജിവെച്ച നിതീഷ് കുമാർ അവിടെ അധികാരത്തിലെത്തുന്നത്. 2010 തെരഞ്ഞെടുപ്പിൽ 115 സീറ്റും 22.58% വോട്ടുമായി നിതീഷിൻ്റെ പാർട്ടി വളരെ മുന്നോട്ട് പോയി. സോഷ്യലിസ്റ്റിനോടൊപ്പം നിന്ന 91 സീറ്റും 16.49% വോട്ടും BJPയും ബീഹാറിൽ ശക്തമായി വേരുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ BJPയും JDUവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയ ഒരു കഥയാകും. അവിടെ 25 സീറ്റ് മാത്രമാണ് യാദവിൻ്റെ RJDക്കും, 22 സീറ്റ് LJP 3ഉം, RJD 22ഉം LJP 3ഉം അങ്ങനെ പിടിച്ചു. അതിൽ 18.84 LJPക്ക് 6.74 ശതമാനം വോട്ടാണ് ലഭിച്ചത്. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ച 4 സീറ്റും 8.78 നേടി കോൺഗ്രസ് അന്ന് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഇപ്പോൾ കഥ മാറിയിട്ടുണ്ട്. രണ്ട് മുന്നണിയായിട്ടാണ് നിൽക്കുന്നത്. നിതീഷ് കുമാർ 2014 ലോക തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. അതും ആ കഥയും അവിടെ നടന്നു. 15 നിയമസഭാ തെരഞ്ഞെടുപ്പ് സത്രപാളയത്തിലെ RJD സഖ്യമുണ്ടാക്കി 41.84% വോട്ടും 178 സീറ്റും നേടി മോഡി തരംഗത്തെ പോലും നിഷ്പ്രഭമാക്കാൻ JDUവിന് കഴിഞ്ഞു. RJD വന്നു, JDU അല്ല RJD വന്നു. എന്നാൽ 18.5% വോട്ടും 80 സീറ്റും നേടി ഏറ്റവും വലിയ കക്ഷിയായെങ്കിലും നിതീഷിന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പദം. കോൺഗ്രസ് 41-21 സീറ്റും 6.6% വോട്ടും നേടി. BJP 51-3 സീറ്റും NDA 34.08% വോട്ടും 58 സീറ്റ് നേടിയെങ്കിലും നിതീഷിനില്ലാത്തതിനാൽ അധികാരത്തിലെത്താൻ BJPക്ക് കഴിഞ്ഞില്ല. ഇതൊക്കെയാണ് അവിടുത്തെ കഥകൾ. 2020 തെരഞ്ഞെടുപ്പിൽ NDAയ്ക്കൊപ്പം മത്സരിച്ച് ജയിച്ച അദ്ദേഹം 2 വർഷം പൂർത്തിയാകും മുമ്പ് വീണ്ടും RJDക്കൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയായി. ഒരിക്കൽ കൂടി അവരെ പെരുവഴിയിലാക്കി. NDAയിൽ നിന്ന് തിരികെ ചേക്കേറി നിരന്തരം കളം മാറി പാൽത്തൂറാം എന്ന വിളിപ്പേരോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് 2 പതിറ്റിനെ തുടരുന്ന നിതീഷിന് പഴയ പോലെ ആരോഗ്യം ഇപ്പോഴില്ല. അദ്ദേഹത്തിന് വയസ്സാകുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും
സ്ത്രീകൾക്കും അതീവ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനിടയിൽ ജനപ്രിയനായി തന്നെ നിതീഷ് കുമാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും വളരെക്കാലത്തെ ഭരണത്തിലുള്ള വിരുദ്ധ വികാരവും വോട്ടാക്കാമെന്നാണ് RJയുടെ പ്രതീക്ഷ. ഇടക്കാലത്ത് നിതീഷിനോടൊപ്പം നിന്ന തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ജാതി സെൻസസ് നടത്തിയതെന്നും പിന്നോക്കക്കാർക്ക് 65% സംവരണം പ്രഖ്യാപിച്ചതെന്നും തേജസ്വി യാദവ് പറയുന്നു. BJP ആ സംവരണം പിടിച്ചു വച്ചിരിക്കുകയാണെന്നും തങ്ങൾ അധികാരത്തിലെത്തിയാൽ അത് നടപ്പിലാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ബീഹാറിലെ 243 സീറ്റുകളിൽ 105 എപ്പോഴും ഒരേ ജാതിയിലുള്ളവരാണ് എന്നുള്ളതാണ് ബീഹാറിലെ തീരുമാനിക്കുന്നത്. 113 മണ്ഡലങ്ങളിൽ 2 തിരഞ്ഞെടുപ്പുകളിൽ ഒരു ജാതി ജയിക്കുന്നു, ഒരു ജാതി ആളുകൾ തന്നെയാണ് ജയിക്കുന്നത്. അതിനാൽ ജാതി ഇവിടെ ഇപ്പോഴും പ്രധാന ഘടകം തന്നെയാണ്. കോൺഗ്രസ് അനുഭാവി സാമൂഹിക പ്രവർത്തനമായ ആസിഫ് അലി പറയുന്നത് ജാതി തന്നെയായിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഇപ്പോഴും തീരുമാനിക്കുന്നത്. എന്തായാലും അധികാരത്തിൻ്റെ 3ാം ഭാഗത്തിലേക്ക് നീങ്ങുമ്പോൾ OBC വിഭാഗങ്ങളും പരമ്പരാഗത മുസ്ലിം യാദവ് വിഭാഗങ്ങളുടെയൊക്കെ വോട്ട് ആകർഷിക്കാനാണ് തേജസ്വി യാദവിൻ്റെ ശ്രമം. അതേസമയം മറ്റ് ബാപ്പ്, മുസ്ലിം യാദവ്, ബഹുജൻ അഖാഡ, മുന്നോക്കക്കാർ, ആബാദി, സ്ത്രീകൾ, പാവപ്പെട്ടവർ എന്ന സൂത്രവാക്യമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് വാരിക്കോരി കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ വോട്ടാകുമോ, ജാതി രാഷ്ട്രീയമാണോ ബീഹാറിനെ തീരുമാനിക്കുന്നത്? വീണ്ടും NDA BJP തന്നെ വരുമോ, അതോ തൂക്കുമന്ത്രിസഭയാകുമോ, അല്ല വിശാല സഖ്യം കയറി വരുമോ? ഒന്നും പറയാനാകില്ല. രാഷ്ട്രീയത്തിൽ 2 4 ഏത് മാസ്മരികതയും മാജിക്കും ഇലക്ഷനിൽ സംഭവിക്കാം. നവംബർ 14 വരെ നമുക്ക് കാത്തിരിക്കാം.